കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലിനി വരാൻ പോകുന്നത് ഇലക്ഷൻ ചൂടാണ്. ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ രാഷ്ട്രീയ കേരളത്തെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആർക്ക് അനുകൂലമാകുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറന്നതോടെ UDFനും LDFനും വെല്ലുവിളി ഉയർത്തി BJPയും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ്. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ സാധാരണക്കാർക്ക് അനുകൂലമാകും വിധം ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്ന വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ LDFനെ ബാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് പോലും വരുത്താത്തതും ചർച്ചാ വിഷയമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ക്ഷേമ പെൻഷൻ 2500 വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും 1 രൂപ പോലും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് ചില രാഷ്ട്രീയ വിലയിരുത്തലുകളുണ്ട്. കേന്ദ്ര ബജറ്റിൽ ആദായനികുതിയിൽ ഇളവ് വരുത്തിയ പ്രഖ്യാപനം കേരള ഘടകം BJPക്ക് ഗുണം ചെയ്യുമോ എന്നും കണ്ടറിയണം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈയിടെ നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിലെയും വിജയ പ്രതീക്ഷയിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴും ഡൽഹിയിലെ കോൺഗ്രസിനുണ്ടായ പരാജയം കേരളത്തിലും ആവർത്തിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ 3 മുന്നണികളും ജയിക്കുവാനുള്ള തത്രപ്പാടിലാണ്. തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് അഭിപ്രായ സർവേകൾ മുന്നണികൾക്ക് ധൈര്യം നൽകുന്നത് പതിവാണ്. ഇപ്പോഴിതാ അത്തരത്തിലൊരു അഭിപ്രായ സർവേ ഫലം എത്തിയിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDFന് മുൻതൂക്കം ലഭിക്കുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ പ്രവചിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 16 മുതൽ 18 സീറ്റുകൾ UDF നേടുമെന്ന് പോൾ പ്രവചിക്കുന്നു. BJP 2 സീറ്റുകൾ വരെ നേടുമെന്നും എന്നാൽ LDF 1 സീറ്റ് മാത്രമേ നേടൂ എന്നും പോൾ പ്രവചിക്കുന്നു. ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 1,25,123 വ്യക്തികളിൽ സർവേ നടത്തി. പുതിയ അഭിമുഖങ്ങളും ദീർഘകാല ട്രാക്കിംഗ് ഡാറ്റയും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു സർവേ കോൺഗ്രസിനും BJPക്കും അനുകൂലമാണെങ്കിൽ പോലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വിജയസാധ്യതാ പ്രവചനം ഇതുവരെ ചൂടുപിടിച്ചിട്ടില്ല. 3 മുന്നണികളും ശക്തമായി പോരാടുമ്പോൾ വിജയം ആർക്കൊപ്പമെന്ന ചോദ്യത്തിനുത്തരം ജനങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.